എൻ്റെ മുന്നിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ ആരാധന എന്ന് പറഞ്ഞ പരമാത്മാവാണ് ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ആ മഹത്തായ വൈഭവത്തെ, അഭിധാനങ്ങളെ പാടി എന്നും പുണ്യം നേടുന്ന, ആത്മസംതൃപ്തി അടയുന്ന, ജന്മസാക്ഷാത്കാരം നേടുന്ന ഭഗവാന്റെ യഥാർത്ഥ പ്രതിരൂപങ്ങളായ നിങ്ങളുടെ മുന്നിൽ വീണ്ടും പ്രണാമങ്ങൾ അർപ്പിക്കുക. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അങ്ങേയറ്റത്തെ ഹൃദയഭാരത്തോടു കൂടിയിട്ടാണ്, ഹൃദയവ്യഥയോടു കൂടിയിട്ടാണ്. അത്രയ്ക്ക് അപ്രതീക്ഷിതമൊന്നും ആയിരുന്നില്ല മേനോൻ സാറിൻ്റെ വിയോഗം. എങ്കിലും വിയോഗം തന്നെയാണ്. ഇനി ശരീരരൂപത്തിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എന്നത് വല്ലാതെ വേദനിപ്പിക്കുകയാണ്. മേനോൻ സാറ് കേരളത്തിൻ്റെ ഹിന്ദു നവോത്ഥാന ചരിത്രത്തിലെ ഒരു ഉജ്ജ്വല നക്ഷത്രമാണ്. ഉന്നതമായ വിധത്തിൽ തൻ്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് കേരളത്തിലെ തന്നെ പോരാ, ദക്ഷിണ ഭാരതത്തിലെ തന്നെ ഏറ്റവും പുകൾപെറ്റ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേം നടത്തിക്കൊണ്ടിരുന്ന ആ മഹാത്മാവിന് ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രവർത്തന ചുമതല ഏറ്റെടുത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. അത്രയ്ക്ക് ആകർഷണീയമായൊരു പ്രൊഫഷൻ്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ. പക്ഷേ പൂജ്യ മാധവജിയെ പോലുള്ള ആരാധ്യരായ സംഘ പ്രചാരകന്മാരുമായിട്ട് അടുത്തിടപഴകാനുള്ള അവസരം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറയാറ്, എൻ്റെ ജീവിതത്തിനൊരു പുതിയ ദിശ കൂടി കിട്ടി. എൻ്റെ ചുറ്റുപാടുമുള്ള ഹിന്ദു സമൂഹത്തെ ഭക്തിയുടെയും ക്ഷേത്രവിശ്വാസത്തിൻ്റെയും ഉജ്ജ്വലമായ നമ്മുടെ ഹൈന്ദവ സാംസ്കാരിക പാരമ്പര്യത്തിലുമൊക്കെ ചേർത്ത് നിർത്തലാണ്, അതിനുവേണ്ടി സമയം കൊടുക്കലാണ് എനിക്ക് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്, ചെയ്യേണ്ടതായ കാര്യമെന്ന് നിശ്ചയിച്ച് മറ്റെല്ലാം മാറ്റിവെച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ ഗ്രാമത്തിലും യാത്ര ചെയ്ത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ശാഖകൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലായാലും സംഘത്തിൻ്റെ ശാഖ സംഘടിപ്പിക്കുന്ന കാര്യത്തിലായാലും ഒരു പൂർണ്ണ സമയ പ്രവർത്തകനെ പോലെ, സംഘത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രചാരകനെ പോലെ തന്നെ പ്രവർത്തിച്ച വ്യക്തിത്വമാണ് പി ബി മേനോൻ സാർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മധ്യ കേരളത്തിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ഹൈന്ദവ ആധ്യാത്മിക കാര്യങ്ങൾക്ക് അല്പമെങ്കിലും ഒരു മേൽക്കൈ കിട്ടുന്നു എന്ന് വന്നാൽ അവിടെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ, ഒരുപക്ഷെ ശാരീരികമായ ഉന്മൂലനത്തിൽ പോലും മടിക്കാത്ത ശക്തികൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടേത്. അവിടെയാണ് പി ബി മേനോൻ എന്ന ആ ധീരനായ പ്രവർത്തകൻ കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇന്ന് ഈ നാരായണീയ സമിതിക്കൊക്കെ അഖില ഭാരതീയ തലത്തിൽ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ശശിയേട്ടനെ പോലുള്ള പ്രവർത്തകന്മാർക്ക് അദ്ദേഹം ഒരു പിതൃതുല്യനായ മാർഗദർശിയായി. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അങ്ങനെ തന്നെ. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഏറെ അതിൽ കടന്നു പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഇന്നത്തെ വിഷയത്തെക്കുറിച്ച്, എനിക്കിപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എത്ര കണ്ട് ആ വിഷയത്തോട് നീതി പുലർത്താൻ കഴിയും എന്ന് മനസ്സ് വല്ലാണ്ട് ചിതറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് എങ്കിലും പരമാവധി ശ്രമിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ തീർത്തുകൊള്ളാം. ഒരൊറ്റ സംഭവം മാത്രം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നതിനുള്ള അധികാരം ഏതെങ്കിലും ഒരു പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായിരുന്നു എന്നായിരുന്നു വിശ്വാസം. സത്യമതല്ല.
അനാദികാലം മുതലേ കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിലും വിശേഷപ്പെട്ട ഒരു ജാതി വിഭാഗത്തിൽ, ഞാൻ ജാതിയുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം, പൂജ ചെയ്യാൻ അധികാരമുണ്ട് എന്ന് പറയുന്നതായ ജാതിയിൽ പെടാത്ത ഒട്ടനവധി ആളുകൾ പൂജ ചെയ്തു പോന്നിരുന്നു. പക്ഷേ എങ്ങനെയെല്ലാമോ അതൊരു നിയമം പോലെ തുടർന്നു പോരുകയായിരുന്നു. ദേവസ്വം ബോർഡ് പോലും അങ്ങനെ തന്നെ ചെയ്തു പോരുകയായിരുന്നു. അവിടെയാണ് PB മേനോന്റെ നേതൃത്വത്തിൽ, മാധവ്ജിയുടെ കാർമ്മികത്വത്തിൽ, പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ പ്രത്യക്ഷ സാന്നിധ്യത്തിൽ, വേഴപ്പറമ്പ് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ, കൈമുക്കിന്റെയും തൈമുക്കും പോലെയുള്ള ആരാധ്യരായ കേരളത്തിന്റെ ഉന്നതന്മാരായ തന്ത്രശാസ്ത്ര വിശാരദന്മാരുടെ സാന്നിധ്യത്തിൽ പാലിയം വിളംബരം പുറപ്പെടുവിച്ചത്. ആ പാലിയം വിളംബരം പ്രഖ്യാപിച്ചു, വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, സംസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞാൽ ഏതൊരു ഹിന്ദു വ്യക്തിക്കും പൂജാധികാരമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ വിപ്ലവമായിരുന്നു അത്. പക്ഷേ അതിന് നേതൃത്വം കൊടുത്തവർ മാന്യ മാധവ്ജി ആയതുകൊണ്ട്, പറവൂർ ശ്രീധരൻ തന്ത്രി ആയതുകൊണ്ട്, PB മേനോൻ ആയതുകൊണ്ട്, നമ്മുടെ കേരളത്തിലെ പ്രത്യേകതരം ആശയങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് അത് വാർത്തയായില്ല വലുതായിട്ട്. പക്ഷേ പാലിയം വിളംബരം കേരളത്തിന്റെ കോടതി പോലും പരിഗണിക്കുന്ന ഒരു വലിയ വിളംബരമാണ്. ഇവിടെ ഇരിക്കുന്ന ഈ നവോത്ഥാന പ്രക്രിയയിൽ പങ്കാളികളായ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരും ഗുരുജനങ്ങളും തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കാം. പാലിയം വിളംബരത്തെ ഉദ്ധരിച്ചുകൊണ്ട് അനേകം സോക്കോൾഡ് അബ്രാഹ്മണരും ക്ഷേത്ര പൂജാധികാരത്തിനു വേണ്ടി ദേവസ്വം ബോർഡിന് മുന്നിൽ അപ്ലൈ ചെയ്തു. പലരുടെയും നിരാകരിക്കപ്പെട്ടു. ആ സമയത്താണ് പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മകനായ രാകേഷ് തന്ത്രി ആലുവയ്ക്കടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പൂജാധികാരത്തിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നത്. മേനോൻ സാറിന്റെ പരിപൂർണമായ പിന്തുണയും സഹായവും സഹകരണവും മാധവ്ജിയുടെ ആശീർവാദവും ഒക്കെ കൊണ്ട് കോടതി ഇടപെട്ട്, ദേവസ്വം ബോർഡ് ആദ്യകാലത്ത് അതിന് അനുകൂലമല്ലായിരുന്നെങ്കിൽ കൂടി കോടതി കൂടി ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ ആ അപ്പോയിന്റ്മെന്റ് സ്ഥിരപ്പെടുത്തി അനുവദിക്കണമെന്ന് പ്രഖ്യാപിച്ചു. നമ്മൾ എത്ര പേർ ഓർക്കുന്നുണ്ടെന്നറിയില്ല, ആ കാലത്ത് ആലുവ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘത്തിൻ്റെ പ്രചാരകൻ എന്ന നിലയ്ക്ക് എൻ്റെ ജില്ലാ സംഘചാലകായിരുന്ന PB മേനോൻ സാറിൻ്റെ നേതൃത്വത്തിൽ രാകേഷ് തന്ത്രിയെയും കൊണ്ട് ഈ തിരുവാലൂർ ക്ഷേത്രത്തിൽ ക്ഷേത്ര പൂജാധികാരം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അവിടെ നാലുപാടും ഇന്ന് ജാതിക്കെതിരെ, ജാതിക്കോയ്മയ്ക്കെതിരെ ഒക്കെ വലിയ പ്രസംഗം നടത്തുന്ന വിപ്ലവകാരികൾ, ആ പരിസര പ്രദേശത്തുള്ള ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഒക്കെ ചുമതലക്കാർ ഈ കടന്നി എന്ന സംഘത്തെ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംഘത്തെ ആക്രമിക്കാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും ചാർജ് എടുത്തു. പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള കേസുകളിൽ ചിലതൊക്കെ, എനിക്കറിയില്ല ശശിക്കോ വിജയനോ ഒക്കെ പറയാൻ കഴിയും, അടുത്ത കാലം വരെ കേസ് സംഘപ്രവർത്തകരുടെ മേലെ മേനോൻ സാറിനെതിരെ കേസ് ചുമത്തിയില്ല എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ താത്വികമായി, തത്വശാസ്ത്രപരമായി, സൈദ്ധാന്തികമായി ഹിന്ദു നവോത്ഥാനത്തിന് ആവശ്യമായ ഹൈന്ദവ ഐക്യത്തിൻ്റെ ഒരു തരത്തിലുള്ള അടിസ്ഥാന ശിലയിടുകയും അതിന് പ്രത്യക്ഷമായ സമരത്തിലേക്ക് ഇറങ്ങാനും തയ്യാറായ ഒരു കരുത്തനായ ഹിന്ദു നേതാവിനെയാണ് ഇന്ന് നമുക്ക് ശരീരം കൊണ്ടെങ്കിലും നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിലുള്ള വ്യഥയാണ് നമ്മൾ പ്രകടിപ്പിച്ചത്. പലരും പറയും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന്. എനിക്ക് തോന്നുന്നത് അത്തരം ദിവ്യാത്മാക്കൾക്ക് എൻ്റെയും നിങ്ങൾ പലരും അതിന് അർഹരായിരിക്കാം, പക്ഷേ ഞാനതിന് വലിയ അർഹനല്ല. അദ്ദേഹത്തെ പോലൊരു ദിവ്യാത്മാവിനെ സ്വർഗത്തിലോ ബ്രഹ്മപദത്തിലോ പ്രവേശിപ്പിക്കാൻ അത് അദ്ദേഹത്തിൻ്റെ കർമ്മം തന്നെ മതിയാകും. അദ്ദേഹത്തിൻ്റെ കർമ്മപുണ്യം കൊണ്ട് അദ്ദേഹം എപ്പോഴേ ആ പദത്തിൽ മാർത്താണ്ഡ മണ്ഡലവുമൊക്കെ ഭേദിച്ച്, സൂര്യമണ്ഡലമൊക്കെ ഭേദിച്ച് അദ്ദേഹം എപ്പോഴേ തന്നെ ആ ബ്രഹ്മപദ സായുജ്യം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെയൊക്കെ ഒരു സമാധാനത്തിനും നമ്മുടെ ഒരു പുണ്യത്തിനും വേണ്ടിയിട്ടാണ്. അത്തരമൊരു ദിവ്യാത്മാവിനെ കുറിച്ച് സ്മരിച്ചുകൊണ്ട്
ഇന്ന് നമുക്ക് ഒരല്പം, എനിക്കറിയില്ല ഇന്നിപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ സമിതി കമ്മിറ്റി എന്നോട് നിർദ്ദേശിച്ചതോ ആജ്ഞാപിച്ചതോ ആയ വിഷയം ഭക്തിസാന്ദ്രമായി ഈ അന്തരീക്ഷത്തിൽ എത്ര കണ്ട് യോജിച്ചു പോകുന്നതാണ് എന്നെനിക്കറിയില്ല. പക്ഷേ കൃഷ്ണഭക്തി രാഷ്ട്രഭക്തി തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നാരായണീയ ഭക്തി ഭാരതഭക്തി കൂടിയാണ്. നാരായണീയം ഭജിക്കാനും ജപിക്കാനും നമുക്ക് എക്കാലത്തും അധികാരം ഉണ്ടാവണമെങ്കിൽ, അവകാശമുണ്ടാവണമെങ്കിൽ ഇവിടുത്തെ ഈ ഹൈന്ദവ ധർമ്മം പുലർന്നേ മതിയാവുകയുള്ളൂ. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഒക്കെ നാരായണീയമല്ലെങ്കിലും ഒരു കാലത്ത് മഹാഭാരതവും രാമായണവും ഒക്കെ പാടുന്ന ചൊല്ലുന്ന വീടുകൾ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം വീടുകളും അങ്ങനെ തന്നെയായിരുന്നു. വൈകുന്നേരങ്ങളിൽ അവിടെയും വിളക്ക് കൊളുത്തി രാമരാമ ജപിക്കുമായിരുന്നു അന്നത്തെ പൂർവികരായ ആൾക്കാർ, ഉപഗണസ്ഥാനത്തിലും പാകിസ്ഥാനിലുമൊക്കെ. പക്ഷേ എപ്പോഴാണോ ഭാരത രാഷ്ട്രമെന്ന ഹിന്ദു സംസ്കൃതി എന്ന അടിത്തറ അവിടെ ഉലഞ്ഞുപോയത്, ഏതൊരു വളക്കൂറുള്ള മണ്ണിലാണോ ഭാരതമെന്ന മഹത്തായ സുന്ദരമായ വൈവിധ്യപൂർണമായ വർണ്ണരാജികളോട് കൂടിയിട്ടുള്ള പൂന്തോട്ടം വിടർന്ന് പരിലസിച്ചിരുന്നത്, അങ്ങനെയാണല്ലോ പൂന്തോട്ടം ഉണ്ടാകണമെങ്കിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാവുക സാധ്യമല്ല, മണ്ണിൽ വളരണം. മണ്ണില്ലെങ്കിൽ അത് വളരില്ല, മണ്ണില്ലെങ്കിൽ അത് പുലരില്ല, മണ്ണില്ലെങ്കിൽ ഒരു പൂവും വിടരില്ല. അപ്പൊ ഏതാണ് ആ മണ്ണ്? ഭാരതം എന്ന ഈ മഹത്തരമായ പൂന്തോട്ടം വളർന്ന് പൂത്തുലഞ്ഞത് ഹിന്ദുത്വം എന്ന് പറയുന്ന മണ്ണിലാ. ആ ഹിന്ദുത്വം ശോഷിച്ചു പോയപ്പോ, ഇല്ലാതായി പോയപ്പോ, നമ്മുടെ തന്നെ കൂട്ടത്തിൽ പലരും ഭക്തി മതി എന്ന്, ശരി, അങ്ങനെയുള്ളവർക്ക് ഭക്തി മാത്രം മതി, യാതൊരു സംശയമില്ല. ഞാനിവിടെ പറയുന്നത് ആ പ്രദേശങ്ങളിലും ഭക്തി മാത്രം മതി എന്ന് വിശ്വസിച്ചു പോയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെ ഒരുമിപ്പിച്ചു നിർത്തിയിരുന്ന അവരുടെ അടിത്തറയായ ഹിന്ദുത്വം എന്ന ആ മൺതറ ഇല്ലാതായി പോയി കഴിഞ്ഞപ്പോ അവിടുത്തെ ഭാരതമെന്ന പൂവ്, കൃഷ്ണഭക്തി എന്ന, രാമഭക്തി എന്ന, ശിവഭക്തി എന്ന പൂക്കൾ വാടി കൊഴിഞ്ഞ് ആ പൂന്തോട്ടം തന്നെ ഇല്ലാതെയായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ ഒരു കർത്തവ്യം, ഒരു പ്രധാനപ്പെട്ട കർത്തവ്യം, ഈ ആധ്യാത്മികമായ പ്രചാരവേല, നമ്മുടെ സ്വയം സാധന, അത് സമൂഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു, ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു, നമ്മുടെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കേണ്ടത് വർത്തമാനകാലത്ത് എത്ര കണ്ട് അനിവാര്യമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. ഈ ഭാരതത്തിന്റെ ഈ ചിരപുരാതനമായ പാരമ്പര്യം നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഭക്തിയെയും എതിർക്കുന്നുണ്ട്, ഈ ഭക്തിഭാവങ്ങളെയും എതിർക്കുന്നുണ്ട്. അവര് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശബരിമലയിലെ എന്തൊക്കെ എടുത്തോണ്ട് പോകാൻ, ഞാൻ അത്ര കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, അതൊക്കെയും മോഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് ഈ ഭക്തിയുടെയും ഹിന്ദുത്വത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തെ തകർക്കുക. ഞാനിത് ആവർത്തിച്ചു പറയുന്നത്, നമ്മൾ ഇന്ന് സ്വതന്ത്രരാണ്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയവരാണ്. നെടുനാളത്തെ പോരാട്ടത്തിലൂടെ ഭാരതത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് തുരത്തിയവരാണ് നമ്മുടെ പൂർവികന്മാർ. അവർ തന്ന ആ പൈതൃകം, അവരുടെ ശക്തി, അവർ തന്നതാണ് ഈ സ്വാതന്ത്ര്യം. അവരൊഴുക്കിയ വിയർപ്പില്, അവർ ചിന്തിയ ചോരയില് ആണ് നമ്മൾ ഇന്ന് കാലുറപ്പിച്ച് നിൽക്കുന്നത്. പക്ഷേ ആ സ്വാതന്ത്ര്യ സമരത്തെ പോലും പ്രേരിപ്പിച്ചത് ഏതൊരു ശക്തിയായിരുന്നു? ഒന്ന് ആഴ്ന്നിറങ്ങി നന്നായിട്ട് പഠിച്ചാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ ഔദ്യോഗിക ചരിത്ര പുസ്തകത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്ര പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചുറ്റുപാടുമുള്ളതിലെല്ലാം തന്നെ കൃഷ്ണരൂപത്തെ ദർശിച്ച അരവിന്ദ മഹർഷിയൊക്കെയാണ് ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആലിപ്പൂർ ജയിലിൽ അദ്ദേഹം തടവുപുള്ളിയായി കിടക്കുന്ന സമയത്ത് ഒരു ദിവസം പൊടുന്നനവേ അദ്ദേഹത്തിന്, അരവിന്ദ മഹർഷിയെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പുതിയ ദിശ നൽകിയ വിപ്ലവകാരിയായിരുന്ന അരവിന്ദ മഹർഷി, ആധ്യാത്മിക ആചാര്യനായിരുന്ന അരവിന്ദ മഹർഷി, അദ്ദേഹം തൻ്റെ ജയിൽ അഴികൾക്കുള്ളിൽ കിടക്കവേ അദ്ദേഹത്തിന് പെട്ടെന്ന് സാക്ഷാത്കാരം ഉണ്ടാവുകയാണ്. എന്തായിരുന്നു ആ സാക്ഷാത്കാരം? ആ ജയിൽ പാളിയിലെ അഴികൾ പോലും ശ്രീകൃഷ്ണ പരമാത്മാവിയായി ഇദ്ദേഹം കണ്ടു.
അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്ന ഗാർഡ്, കാവൽക്കാരൻ കൃഷ്ണന്റെ രൂപമായി അദ്ദേഹം കണ്ടു. ജയിലിനപ്പുറത്തെ പുൽത്തകടിയിൽ മേയുന്ന പശുക്കൾ പഴയ ഗോകുലത്തിലെ ഗോക്കളായി അദ്ദേഹം കണ്ടു. പരിപൂർണമായും ആ ശ്രീകൃഷ്ണ സാക്ഷാത്കാരം നേടിയ വ്യക്തിയായിരുന്നു മഹർഷി അരവിന്ദൻ. ഇത് അരവിന്ദന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും പിന്നണിയിൽ നിന്ന് പ്രേരണ കൊടുത്ത സ്വാമി വിവേകാനന്ദൻ ഏതൊരാശയത്തെയാണ് ജനങ്ങളിലേക്ക് വളർത്തിയത്? അദ്ദേഹം പറയുമായിരുന്നു, നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും വായിച്ചിട്ടുണ്ടാകും, കാണാതെ പഠിച്ചിട്ടുമുണ്ടാകും. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഈ ഭാരതത്തെ ഉയർത്തണമെങ്കിൽ, എന്ന് വെച്ചാൽ ഭാരതത്തെ സ്വതന്ത്രമാക്കണമെങ്കിൽ അത് ഈ നാടിൻ്റെ ധർമ്മത്തിൻ്റെ പിടിയിൽ പിടിച്ചാലേ സാധിക്കൂ. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് റിലിജിയൻ എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ. ഭാരതത്തിൻ്റെ യഥാർത്ഥ റിലിജിയൻ അഥവാ മതം അഥവാ ധർമ്മം അഥവാ ഹിന്ദുത്വം, ആ പിടിയിൽ പിടിക്കാതെ ഇത് ഉയരില്ല, ഇത് മുകളിലേക്ക് വരില്ല. അതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഈ ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാവാം, വിവേകാനന്ദ സ്വാമികൾ അതൊക്കെയും പ്രചരിപ്പിച്ചിരുന്നത് കൊണ്ടാവാം. ഇപ്പം നമ്മൾ ഏതൊന്നാണ് ലോകത്തിന് വഴികാട്ടിയാവാൻ പോകുന്നതെന്നാണല്ലോ ചർച്ച ചെയ്യുന്നത്. ആ ഒന്നിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളിൽ ബ്രോഷർ എല്ലാവരും വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല, അതിൽ എഴുതിയിട്ടുണ്ട് ഹിന്ദുത്വം ലോകത്തിൻ്റെ വഴികാട്ടി എന്ന്. സ്വാമി വിവേകാനന്ദൻ ഇത് ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയത്തിൽ രാഷ്ട്രത്തിന്റെ ഭാവത്തെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ഗുണം ഈ ഹിന്ദുത്വ നിഷ്ഠ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവസാനകാല പ്രസംഗങ്ങളിൽ ഒന്നായ ലാഹോർ പ്രസംഗം, സ്വാമിജിയുടെ സാഹിത്യ സർവസ്വത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകണം. ആ പ്രസംഗം ലാഹോറിലെ സിഖ് സഹോദരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആലോചിച്ച് നോക്കൂ, സിഖ് വേറെ മതമാണെന്നൊക്കെയാണല്ലോ പറയാറ്. പക്ഷെ സിഖുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. അതേതാണ്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ പൊതുപ്രസംഗവുമാണ്. അദ്ദേഹം പറയുകയാണ്, then and then alone you are a Hindu when the very name sends to you a galvanic shock of strength. നിങ്ങൾ എപ്പോഴാണ് ഒരു ഹിന്ദു ആകുന്നത്? ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ, നിങ്ങളുടെ തൊട്ടയൽവക്കത്തെ ഒരു വ്യക്തി ഹിന്ദു ആണെന്ന് അറിയുമ്പോൾ, നമ്മുടെ സമൂഹത്തിലെ ഹിന്ദു അംഗങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൂടെ കരുത്തിന്റെ, ശക്തിയുടെ ഒരു ഇലക്ട്രിക് ഷോക്ക് കടന്നു പോകുന്നുണ്ടോ, ഒരു ഗാൽവനിക് ഷോക്ക് കടന്നു പോകുന്നുണ്ടോ, അപ്പോൾ മാത്രമേ നമ്മളൊരു ഹിന്ദു ആകുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാവണം, ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി അവിടെ, ഇത് മനസ്സിലാക്കിയത് കൊണ്ടാവണം നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രകൃഷ്ടമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. അനേകം എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ അങ്ങിമിങ്ങുമൊക്കെ ചില സത്യങ്ങളുമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സത്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, സ്വാമി വിവേകാനന്ദ പ്രോപ്പഗേറ്റഡ് ദ ട്രൂ നാഷണലിസം. രാഷ്ട്രവാദമാണ് അദ്ദേഹം പരത്താൻ വേണ്ടി ശ്രമിച്ചത്. വാട്ട് വാസ് ദറ്റ് നാഷണലിസം? ഇറ്റ് വാസ് ഹിന്ദു നാഷണലിസം. അത് ഹിന്ദു രാഷ്ട്രവാദമായിരുന്നു. ഇത് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുന്നതാര്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് ഹിന്ദുത്വം തന്നെയാണ്, ഹിന്ദുത്വബോധം തന്നെയാണ് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ചൂടായത്, ഉയിരായത്. അതിൻ്റെ ഊരുമുയിരുമായി മാറിയത് അത് തന്നെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഈ കാലത്ത് ഈ പദത്തിനെതിരായി തന്നെ വൻ പ്രചാരണം നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരങ്ങളും തീർച്ചയായിട്ടും അത്തരം പ്രചരണങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ തന്നെ അത് കേവലം ഒരു മതമാണെന്നും രാഷ്ട്രീയമാണെന്നും വർഗീയമാണെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഹിന്ദുത്വം എന്നത് ചെറുതായൊന്ന് വിശദീകരിച്ചാൽ അത് സത്യമാണ്, അത് നിരുപാധികമായ പ്രേമമാണ്, സ്നേഹമാണ്. ഏതാണ്ട് നമ്മൾ ഇവിടെ നാരായണീയമൊക്കെ പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഭക്തിസൂത്രങ്ങളും പഠിക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നാരദ ഭക്തി സൂത്രത്തിലൊക്കെ പറയും, യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് സത്യത്തിലും പ്രേമത്തിലും അടങ്ങി നിൽക്കുന്നതാണ്. പ്രേമഭക്തി സ്വരൂപനാണ് ഈശ്വരൻ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഈ നമ്മുടെ നാടിൻ്റെ ഈ സംസ്കൃതി, അത് മതമെന്നതിനേക്കാൾ അപ്പുറത്ത് അത് ഈ മണ്ണിൻ്റെ സംസ്കാരമാണ്, അത് ഈ മണ്ണിൻ്റെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം ഇല്ലാതെയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഹിന്ദുത്വത്തെ വർഗീയതയാണ്, മതമൗലികവാദമാണ്, രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടി ആരോ എടുത്തണിയുന്ന മുഖം മൂടിയാണ് എന്നൊക്കെ പറയുന്നത്.
അത് ഈ നാടിൻ്റെ ജീവിത ദർശനമാണ്, ജീവിത ശൈലിയാണ്. ഞാൻ പറഞ്ഞതല്ല. 991 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെ ഒരു കേസ് വന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഹിന്ദു ബോധം നിലനിർത്താൻ വേണ്ടി വോട്ട് ചെയ്യണം എന്ന് ഇലക്ഷനിൽ അഭ്യർത്ഥിച്ചു. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആ മനുഷ്യൻ ജയിച്ചു. ജയിച്ചപ്പോൾ തോറ്റാൾ കോടതിയിൽ കേസ് കൊടുത്തു, ഇത് വർഗീയ പ്രചരണം നടത്തിയിട്ടാണ്. എന്താണ് വർഗീയ പ്രചരണം എന്ന് കോടതി ചോദിച്ചപ്പോൾ പറഞ്ഞു, പരാതിയിലുണ്ട്, ഹിന്ദു എന്ന് പറഞ്ഞു എന്നാണ്, അത് വർഗീയതയാണ് എന്നാണ് കോടതിയിൽ വന്നത്. ഹൈക്കോടതിയൊക്കെ ആ വാദം ശരിവെച്ചു. പക്ഷെ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ അതിൻ്റെ വിധി പ്രഖ്യാപനം വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ ഓരോരുത്തരും ഈ വസ്തുതയെ മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. കോടതി പറഞ്ഞു, അതൊരു മതമെന്നോ ജാതിയെന്നോ ഉള്ള നിലയിലല്ല കാണേണ്ടത്, അതിവിശിഷ്ടമായ ഭാരതത്തിൻ്റെ വിശ്രുതമായ പാരമ്പര്യത്തിൻ്റെ പേരാണ്. ഈ വിശുദ്ധ രാഷ്ട്രത്തിൻ്റെ വിശ്രുത പാരമ്പര്യമാണ്, സംസ്കാരമാണ്, ഈ നാടിൻ്റെ ജീവിത ശൈലിയാണ് ഹിന്ദു എന്നത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതിനെ ഉയർത്തിപ്പിടി ആ കോടതി വിധിയല്ല, കോടതി വിധിക്ക് നിദാനമായ ആ ഒരു കാഴ്ചപ്പാടില്ലേ, അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലോകപ്രസിദ്ധ ചിന്തകനായ അർണോൾഡ് ടോയൻബി, നമ്മുടെ ഈ കൂട്ടത്തിൽ പലരും ചരിത്രം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഉണ്ട് എന്ന് ഞാൻ കേട്ടു, മനസ്സിലാക്കി, അതുകൊണ്ടാണ് അത് പറയുന്നത്. അർണോൾഡ് ടോയൻബി പറഞ്ഞു, the only way of salvation for mankind is the ancient Hindu way. ഇത് ഭാരതീയരായിട്ടുള്ള ഏതെങ്കിലും സന്യാസിമാർ പറഞ്ഞതല്ല. ടോയൻബി എന്ന വിശ്രുതനായ പണ്ഡിതൻ പറയുകയാണ്, ലോകത്തൊന്നു മാത്രമാണ് മുക്തിക്ക് നിദാനമായിട്ടുള്ളത്. അതാണ് ഇന്നത്തെ വിഷയം. എങ്ങനെയാണ് അത് മുക്തിക്ക് നിദാനമാകുന്നത്? എങ്ങനെയാണ് ലോകത്തിന് വഴികാട്ടിയായി മാറുന്നത് ഈ ഹിന്ദുത്വം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പം ആമുഖമായി ഹിന്ദുത്വത്തെക്കുറിച്ച് ചിലതെല്ലാം സൂചിപ്പിക്കാൻ ശ്രമിച്ചു. നല്ല ഊണും പായസവും ഒക്കെ കഴിച്ചതിന് ശേഷം കേൾക്കാൻ പറ്റിയ വിഷയമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. താത്വികമായിട്ടുള്ള വിഷയം ഒരുപക്ഷെ നമ്മുടെയൊക്കെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല, ഭക്ഷണം കഴിച്ചിട്ടിരിക്കുന്നതായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ലോകത്തിന് വഴികാട്ടി എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ സ്ഥിതി എന്താ? വഴികാട്ടലിന് അർഹമാം വിധത്തിൽ വഴികാട്ടൽ ഉണ്ടാകേണ്ട അവസ്ഥയിലാണോ നമ്മുടെ ഈ വിശ്വം, ലോകം, ദ ഹോൾ ഗ്ലോബ് എന്നൊന്ന് നോക്കണമല്ലോ. തികച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രത്യയശാസ്ത്രങ്ങൾ പരാജയപ്പെട്ട, പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയിൽ ഉഴറി നിൽക്കുന്ന ഒരു ലോകത്തെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഏതാണ് ലോകത്തെ നയിക്കാൻ പോകുന്ന ആശയമായി ലോകം ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി കണ്ടുകൊണ്ടിരിക്കുന്നത്? പ്രധാനമായും 2 ആശയങ്ങളെയായിരുന്നു. ആ 2 ആശയങ്ങളും പരാജയപ്പെട്ട് ജനങ്ങൾക്ക് മാർഗം കാണിച്ചു കൊടുക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. അത് മുതലാളിത്തവും കമ്മ്യൂണിസവുമാണ്. ഈ 2 ആശയം, ഇത് രാഷ്ട്രീയമൊന്നും പറയല്ല, പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണ്. 2ഉം പരാജയപ്പെട്ട് ലോകത്തെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തി. പരാജയപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം എന്താ? അതത് രാഷ്ട്രങ്ങളിൽ ശാന്തിയും സമാധാനവും ഇല്ല എന്നതാണ് ആദ്യത്തെ കാരണം. അവരുടെ രാഷ്ട്രങ്ങൾ പരിശോധിക്കൂ. ഈ ആശയം നിലവിൽ വന്ന അവിടങ്ങളിലൊക്കെ ഏതൊരാശയത്തെ ഇല്ലാതെയാക്കാനാണോ അവർ ശ്രമിച്ചത്, അതാതിടങ്ങളിലെ മതവിശ്വാസങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു. ഇല്ലാതെയായോ? പകരം ആ പ്രത്യയശാസ്ത്രവും സംഘടനയും അതിൻ്റെ സംവിധാനവും തകർന്നു പോയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നു. സ്വാർത്ഥ താല്പര്യം വെച്ചുകൊണ്ടുള്ള ഭരണാധികാരികൾക്ക് ഇഷ്ടം പോലെ എടുത്തണിയാനുള്ളൊരു മുഖം കൂടിയായി ഈ ആശയം മാറി. അതിൻ്റെ ഫലമായി നിരന്തരം അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യരാഷ്ട്രങ്ങളുടെ മേലെയുള്ള കടന്നുകയറ്റങ്ങൾ നടക്കുകയാണ്. നിന്യമാം വണ്ണമുള്ള പീഡനങ്ങൾ നടക്കുകയാണ്. വിദ്വേഷവും വിനാശവുമാണ് നമുക്കിന്ന് ലോകത്ത് കാണാൻ കഴിയുന്നത്. അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഓരോ കാര്യത്തെയും വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാവർത്തിച്ചു പറയുന്നു, ഒരു ലോകക്രമം വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. ഒരു ലോകക്രമവും വരുത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല, അക്രമം പെരുകുന്നതല്ലാതെ. അതിനോടൊപ്പം ലോകത്തിന് അശാന്തി പകരുന്ന വിധത്തിൽ പ്രകൃതി തകരുന്നു. ചൂഷണം കൊണ്ട് പ്രകൃതി നശിക്കുകയാണ്. ധ്രുവങ്ങൾ ഉരുകിത്തീരുകയാണ്.
കടലിൻ്റെ ജലനിരപ്പ് ഉയരുകയാണ്. ഇന്നലെ വരെ വെള്ളം കോരി കുടിച്ചിരുന്ന കിണർ പൊടുന്നനവെന്ന് അപ്രത്യക്ഷമാവുകയാണ്. ആ അപ്രത്യക്ഷമാകുന്ന കിണർ ചില ദിക്കിലൊക്കെ വീട്ടിലെ കിടപ്പുമുറിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രകൃതി ആകെ താറുമാറായിരിക്കുന്നു എന്ന് കാണാം. വിപണിയുടെ സംസ്കാരം നിലനിൽപ്പിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഭക്ഷണക്രമങ്ങൾ പോലും മാറുകയാണ്. ഇത് മുഴുവൻ ലോകത്തെ കാര്യത്തിലും ഭാരതത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാം. നമ്മുടെയൊക്കെ തനതായ ഭക്ഷണ പാരമ്പര്യങ്ങൾ പോലും ഇല്ലാതെയാവുകയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പോലും ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ഇതിനൊക്കെ പരിഹാരം നിർദ്ദേശിക്കാൻ പ്രകൃതിയുടെ തകർച്ചയുടെ കാര്യത്തിലായാലും പീഡനങ്ങളുടെ കാര്യത്തിലായാലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പാകെ ഒരു വഴി കാട്ടാൻ പറ്റിയ ഒരു ദർശനം ഏതുണ്ട് എന്നത് ഇന്ന് ഏറ്റവും വലിയൊരു ചോദ്യമാണ്. ആർക്കാണ് ഇതിന് വഴി കാട്ടാൻ കഴിയുക? അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ അഭിവന്ദനായ സന്യാസി വര്യൻ പറഞ്ഞത്, നമ്മുടേതാണ് ആ കർത്തവ്യം. അദ്ദേഹം പറയാറുണ്ട്, വി ഹാവ് എ മെസ്സേജ് ടു ഡെലിവർ. ഒരു സന്ദേശമുണ്ട് നമുക്ക് ലോകത്തിന് നൽകാൻ, ഒരു ദൗത്യമുണ്ട് പൂർത്തീകരിക്കാൻ, ഒരു ലക്ഷ്യമുണ്ട് എത്തിച്ചേരാൻ. അത് ആ ദൗത്യം, ആ സന്ദേശം, ആ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ അത് ലോകമാനവികതയ്ക്ക് വഴികാട്ടുക എന്നാണ് സ്വാമിജി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ദ മിഷൻ ഭാരത് ഹാസ് ബീൻ ടു ഗൈഡ് ഹ്യൂമാനിറ്റി. മുഴുവൻ വിശ്വത്തെയും മുഴുവൻ മാനവികതയും വഴികാട്ടുക എന്ന ഉത്തരവാദിത്വം സ്വാമിജി വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ നാരായണീയ പരിശ്രമമൊക്കെ ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നത്. സ്വാമിജി പറയും, ആ ദൗത്യം പരിപൂർണമായും ആധ്യാത്മികവൽക്കരണമാണ്. ആധ്യാത്മികതയിൽ ലോകത്തെ നിറയ്ക്കുക, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് സ്വാമിജി പറയും. ഇതിന് നമുക്ക് കരുത്തുണ്ട്. ഈ ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിന് മാർഗം നിർദ്ദേശിക്കാനും ലോകത്തിന് വഴി കാട്ടാനും നമ്മുടെ കരുത്ത് എങ്ങനെയാണ് നമുക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയുക. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് നമ്മുടെ ഈ ആധ്യാത്മിക ദർശനത്തിൻ്റെ ശക്തിയാണ്. ഏറ്റവും ശാസ്ത്രീയമായൊരു ദർശനമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ശാസ്ത്രീയമായ ദർശനം എന്നിങ്ങനെ ആവർത്തിച്ചു പറയാൻ അത് പരീക്ഷണ നിരീക്ഷണങ്ങളെ അതിജീവിച്ചതാണ്, അനുമാനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതാണ്, തെളിവുകളിലൂടെ അംഗീകരിക്കപ്പെട്ടതാണ്. പൂർവകാലത്ത് ലോകത്തിൻ്റെ ഏറ്റവും ലോകത്തിലുള്ള എല്ലാ ചിന്തകന്മാരും ചേർന്ന്, അത് കിഴക്കും പടിഞ്ഞാറും ഒക്കെയുള്ള ചിന്തകന്മാർ ചേർന്ന് അങ്ങനെയാണ് പറയുന്നത്, ഈ അടിസ്ഥാന സത്യമെന്ത് എന്നറിയാൻ, പ്രപഞ്ചത്തിൻ്റെ നിയാമകമായ സത്യമെന്തെന്നറിയാൻ അന്വേഷണം നടത്തിയെന്നാണ്. ആ അന്വേഷണത്തിൽ ഞാൻ പറഞ്ഞു, പടിഞ്ഞാറുള്ളവരും കിഴക്കുള്ളവരും എന്ന് വെച്ചാൽ ഭാരതീയരായ ഹിന്ദു പൂർവികന്മാരും ഒരുപോലെ അന്വേഷണം നടത്തിയിരിക്കണം. അങ്ങനെ നടത്തി അവരൊരു പ്രത്യേക ഘട്ടത്തിലെത്തി. പാശ്ചാത്യരവരുടെ അന്വേഷണത്തെ അവസാനിപ്പിച്ചു. ആ ഒരു ഭൗതിക തലത്തിലാണ് സത്യം നിൽക്കുന്നത് എന്ന തീരുമാനത്തിലെത്തി. ഫിസിക്കൽ ലെവലിലാണ് സത്യം. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല, വിശദീകരിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഭാരതത്തിൻ്റെ പൂർവികർ അവരന്വേഷണം അവിടെ നിർത്തിയില്ല. കാരണം സത്യം കണ്ടെത്തി കഴിയുമ്പോൾ മനസ്സിലാകും സത്യം അതിനും അപ്പുറത്താണ്. അപ്പൊ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു, നേതി, ഇതല്ല, അതിനപ്പുറത്താണ് സത്യം. അപ്പൊ വീണ്ടും അന്വേഷണം തുടർന്നു. ആ അന്വേഷണം തുടർന്ന് ഒരു ധീരനായ പൂർവികൻ എന്ന് പറയുന്നു കഠോപനിഷത്ത്. നമ്മൾ ഉപനിഷത്തുകളുമൊക്കെ അനുസന്ധാനം ചെയ്യുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നു. കഠോപനിഷത്തിൽ വളരെ നിർണായകമായ ഒരു താത്വികമായ കണ്ടെത്തലിൻ്റെ വർണ്ണനയുണ്ട്. ആചാര്യൻ, ധീരനായ ഒരു ആചാര്യൻ അന്വേഷണം തൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു. പുറത്തുള്ള അന്വേഷണമൊക്കെ ഭൗതിക തലത്തിൽ അവസാനിച്ചപ്പോൾ ഉള്ളിലേക്ക് തിരിച്ചു. അതിനെക്കുറിച്ച് കഠം പറയുന്നത്, പരാഞ്ചികാനി വിതൃണത് സ്വയംഭു തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുർ അമൃതത്വമിച്ഛൻ. പരാഞ്ചികാനി വിതൃണത് സ്വയംഭു തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ. അതുവരെ
പുറത്തെ അന്വേഷണം നടത്തിയിരുന്ന ആള് ഉള്ളിലേക്ക് തിരിഞ്ഞു. ഈ കാണുന്ന കാഴ്ചയ്ക്കൊക്കെ കാഴ്ചയുടെ ദൃഷ്ടിയുടെ ശക്തി നൽകുന്നത് ആരാണ് എന്നന്വേഷിച്ചു. സ്പർശനത്തിന് സ്പർശ ശക്തി നൽകുന്നത് ആരാണ്, നാദത്തിന്റെ നാദമായി പരിലസിക്കുന്നത് ആരാണ് എന്ന് അന്വേഷിച്ചെത്തിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, ആ ധീരനായ ഋഷിക്ക് മനസ്സിലായി എന്നാണ് കഠോപനിഷത്ത് പറയുന്നത്. കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുർ അമൃതത്വമിച്ഛൻ. ഉള്ളിൽ തിളങ്ങുന്ന ബ്രഹ്മത്തെ, ആത്മാവിനെ അദ്ദേഹം ദർശിക്കുകയാണ്. അതാണ് നാദത്തിന് നാദം പകരുന്ന ആദിനാദം, സ്പർശത്തിന് സ്പർശഗുണം നൽകുന്ന ആ യഥാർത്ഥ ശക്തി, രുചിക്ക് രുചി നൽകുന്ന, മണത്തിന് മണം നൽകുന്ന, കാഴ്ചയ്ക്ക് കാഴ്ചശക്തി നൽകുന്ന ആ യഥാർത്ഥ ശക്തി അവിടെയാണ് എന്നും ആ ബ്രഹ്മശക്തി ആത്മാവ് 1000 സൂര്യപ്രഭയോടെ തൻ്റെ ഉള്ളിൽ തിളങ്ങുന്നതും അദ്ദേഹം നേരിട്ട് കണ്ടെത്തി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയതാണ്. സാധാരണ ഒരു കാര്യം ശാസ്ത്രമാണ് എന്ന് പറയണമെങ്കിൽ പരീക്ഷണത്തിലൂടെ തെളിയിക്കണം, അനുമാനങ്ങളിലൂടെ അംഗീകരിക്കപ്പെടണം, തെളിവുകൾ ഹാജരാക്കണം എന്നാണ് സാധാരണ ശാസ്ത്രഭാഷ പറയുക, സയൻസ്. ഇവിടെ നമ്മുടെ പൂർവികന്മാര് പരീക്ഷണം, ഉള്ളിന്റെ ഗവേഷണശാലയിൽ ആ പരീക്ഷണം നടത്തി കണ്ടെത്തി. കശ്ചിദ്ധീര പ്രത്യഗാത്മാനമൈക്ഷത്, ആത്മാവിനെ ആവൃത്ത ചക്ഷുർ അമൃതത്വമിച്ഛൻ, യഥാർത്ഥത്തിലുള്ള അമൃതത്വത്തെ കണ്ടെത്തുകയാണ്. അപകടം അവിടെയല്ല. ഇത് കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോ ഈ മഹാത്മാവ് ചുറ്റുപാട് നോക്കുമ്പോ അവിടെ എല്ലാം തൻ്റെ ഉള്ളിൽ കണ്ടതായ പ്രകാശത്തെ തന്നെ ദർശിക്കാൻ തുടങ്ങി. എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. അപ്പോഴറിയാതെ അദ്ദേഹം പറഞ്ഞു, അയം ആത്മാ ബ്രഹ്മ. എല്ലായിടത്തും ഇത് തന്നെ, തത്വമസി ഒക്കെ മഹാവാക്യങ്ങളൊക്കെയും രൂപപ്പെടുന്നത് അതിനകത്തുനിന്നാണ്. അതിനകത്തുനിന്നാണ് നമ്മുടെ സാമൂഹ്യ സങ്കല്പം ഉരുത്തിരിഞ്ഞു വരുന്നത്, നമ്മുടെ സോഷ്യൽ തിയറി ഉരുത്തിരിഞ്ഞു വരുന്ന അവിടുന്നാണ്. അല്ലാതെ പാശ്ചാത്യൻ പഠിപ്പിച്ചതുപോലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ തല്ലി തലകീറി ചോരയൊഴുക്കി അതിലൂടെ നീന്തിക്കേറി ഏതോ സ്വർഗരാജ്യത്തിലേക്ക് എത്താമെന്നല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് ചുറ്റുപാടുമുള്ളത്. അതുകൊണ്ട് ആ ആത്മാവിനെ പേറുന്ന മനുഷ്യനെ, ഈ സഹജീവികളെ രക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണ് എങ്കിൽ അതൊരിക്കലും അവനെ ദ്രോഹിക്കുന്നതായിരിക്കരുത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണമേ എന്ന ചിന്ത ഗുരുദേവൻ പറഞ്ഞതൊക്കെ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ്. സത്യം നമ്മൾ മനസ്സിലാക്കി. ഇത് കേവലം മനുഷ്യരിലല്ല നമ്മൾ കണ്ടെത്തിയത്, അത് ചുറ്റുപാടുമുള്ള എല്ലാറ്റിലും അനിമേറ്റ് ഇൻഅനിമേറ്റ് എന്നൊക്കെ പറയും, ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാറ്റിലും ഈ ചൈതന്യത്തെ നമ്മൾ കണ്ടെത്തി. ഈ വേദാന്ത തത്വത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ജഗദീഷ് ചന്ദ്രബോസ് എന്ന ആധുനിക ശാസ്ത്രജ്ഞൻ കൽക്കഷണത്തിൽ പോലും ആത്മാംശമുണ്ട്, ജീവാംശമുണ്ട് എന്ന് പാശ്ചാത്യനെ തെളിയിച്ചു കൊടുത്തത്. പാശ്ചാത്യന്റെ മുമ്പിൽ സസ്യലതാദികൾക്ക് മാത്രമല്ല, വെറും കൽ പോലും ഈ ചൈതന്യം ഉണ്ട് എന്ന്, ജീവനുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തു. അംഗീകരിക്കാൻ പാശ്ചാത്യന് ഇത്തിരി വിഷമമുണ്ടായി. ഇതേ തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ സമശീർഷനായ ശാസ്ത്രജ്ഞനോട് മാറ്റർ എങ്ങനെയാണ് എനർജിയായി മാറുന്നതെന്ന് സ്വാമി വിവേകാനന്ദൻ അവിടെ പോയി പഠിപ്പിച്ചു കൊടുത്തതും ടെസ്ല സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യനായി മാറിയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഈ ആധ്യാത്മിക ചിന്ത, അതിനെയാണ് ഭക്തിയുടെ ഭാഷയിലൂടെ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചു തരുന്നത്. അതുതന്നെയാണ് ഇത് തെളിയുകയാണ്, ഇത് മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണോ ആ ഋഷി, ആ പൂർവികനായ ഋഷി ബ്രഹ്മത്തെ കണ്ടെത്തി, പ്രകാശത്തെ കണ്ടെത്തി, അങ്ങനെ നമ്രശിരസ്കനായി അഞ്ജലീബദ്ധനായി നിന്നത്, അതേപോലെ തന്നെയാണ് 100ാമത്തെ അവസാനത്തെ ശ്ലോകത്തിലെത്തുമ്പോ ഭട്ടതിരിപ്പാടും നിൽക്കുന്നത്. അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞിട്ട്, ഇതാ കാണുന്നു, ഞാൻ എൻ്റെ മുന്നിൽ കാണുകയാണ് ആ സത്യം, എല്ലായിടത്തും ആ സത്യം തന്നെയാണ്, ആ തേജസ് തന്നെയാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദർശനത്തെ നമ്മൾ വിളിച്ചു തുടങ്ങി, ലോകം വിളിച്ചു തുടങ്ങി സനാതനം. ഇത് സനാതനമാണ്, മരണമില്ലാത്തതാണ്, കാലാതീതമാണ്, ത്രികാല അതീതമാണ്, ഒരു കാലവും ബാധിക്കുന്ന ഒന്നല്ല. പ്രകാശത്തെക്കുറിച്ച് പറയുന്നത്, സത്യത്തെക്കുറിച്ച് പറയുന്നത്, ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് ഒക്കെ ഏതെങ്കിലും ഒരു കാലത്തിന് വേണ്ടി മാത്രമാണ്. എല്ലാ കാലത്തും ഒരുപോലെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ചിലർക്ക് ഈ സനാതനം എന്ന് കേൾക്കുമ്പോൾ ഡെങ്കു ഒക്കെയാണ് ഓർമ്മ വരുന്നത്, ചിലർക്ക് കോളറ എന്ന് ഓർമ്മ വരും, ചിലർക്ക് കൊതുകിനെയാണ് ഓർമ്മ വരുന്നത്.
അതുകൊണ്ട് ഈ സനാതനത്തെ ഇല്ലാതെയാക്കണം എന്നാണ് അവർ നാഴികയ്ക്ക് 40 വട്ടം ഓരോ നാഴികക്കുറ്റിയുടെയും ചൂട്ടിൽ നിന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഏതാവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ പറയുന്നതെന്നറിയില്ല. ഈ ചിരന്തനമായ ദർശനം നാശമില്ലാത്തത്, അത് കാലത്തെ സംബന്ധിക്കുന്ന മാത്രം പ്രയോഗമല്ല സനാതനം എന്നത്, അത് ദേശാതീതം കൂടിയാണ്. ഏത് ദേശത്തിനും, ലോകത്തിലുള്ള ഏത് ദേശത്തിനും ഒരുപോലെ അംഗീകരിക്കാൻ കഴിയുന്നതായ ഒന്നാണ് ഈ ദർശനം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ദർശനം ലോകത്തിന് വഴികാട്ടിയാണ് എന്ന്. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വാമി വിവേകാനന്ദനോ മഹർഷി അരവിന്ദനോ മാത്രമല്ല, ദയാനന്ദ സരസ്വതിയോ മാത്രമല്ല, വിശ്വത്തിലുള്ള എല്ലാ നേരെ ചിന്തിക്കുന്നവരും, ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ചാഞ്ഞും ചരിഞ്ഞും ചിന്തിക്കുന്നവർ വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. നേരെ ചിന്തിക്കുന്ന ടോയൻബിയെ പോലത്തെ ആൾക്കാർ അവർ പറഞ്ഞത് ഇതൊന്നു മാത്രമാണ്, വൺ ആൻഡ് ഓൺലി വൺ ദർശൻ ഫിലോസഫി വിച്ച് ക്യാൻ സേവ് ദിസ് ഹോൾ വേൾഡ് എന്ന് പറഞ്ഞത്. നമുക്ക് വഴികാട്ടാൻ ഇവർക്കേ പറ്റുള്ളൂ. ഇതുകൊണ്ടൊക്കെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ പ്രസിദ്ധമായൊരു പത്രമുണ്ട്, ന്യൂസ് വീക്ക് എന്നാണ് അതിൻ്റെ പേര്, ന്യൂസ് വീക്ക്. ഇപ്പോൾ അത് ഹാർഡ് കോപ്പി ആയിട്ട് ഇറങ്ങുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഏറ്റവും പ്രചാരമുള്ള വീക്കിലിയാണ് ന്യൂസ് വീക്ക്. അതിൻ്റെ രാഷ്ട്രീയ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത അതിൻ്റെ എഡിറ്ററാണ് ലിസ മില്ലർ. ലോകപ്രസിദ്ധയായ പത്രപ്രവർത്തകയാണ്. ആ ലിസ മില്ലർ ഒരു ലേഖനം എഴുതി. അത് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ കുറച്ച് ദിവസം അടുത്തിട്ടാണ്, അതിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് എന്തായിരുന്നു എന്നറിയാമോ? അമേരിക്കയിലെ അറിയപ്പെടുന്ന ബുദ്ധിജീവി പത്രപ്രവർത്തകയായ ലിസ മില്ലർ എഴുതി. ആ തലക്കെട്ട് ഇങ്ങനെയാണ്: നൗ വി ആർ മോർ ഹിന്ദുസ്. ഇപ്പോൾ നാം കൂടുതൽ ഹിന്ദുക്കളാവുകയാണ്. ആര്? അമേരിക്കൻ കത്തോലിക്സ്. ഞങ്ങൾ കൂടുതൽ ഹിന്ദു. എങ്ങനെ? വിശ്വാസത്തിന്റെ അടിസ്ഥാനം, മതം മാറിയിട്ടല്ല കേട്ടോ, മതം മാറി ഹിന്ദുവായി നല്ല ലിസ മില്ലർ എഴുതിയത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം തന്നെ അവർ പറഞ്ഞു, എല്ലാറ്റിലും നന്മയെ കണ്ടെത്തുന്ന ഈ ദർശനം ഇപ്പൊ പതിയെ വിവരമുള്ള അമേരിക്കക്കാർ സ്വീകരിച്ചു തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. ട്രംപിനെ കുറിച്ചല്ല കേട്ടോ, ഞാനൊരു വിശേഷണം പറഞ്ഞല്ലോ. വിവരമുള്ള അമേരിക്കക്കാർ സ്വീകരിച്ചു തുടങ്ങുകയാണ്. എല്ലാറ്റിലും ചൈതന്യം ഒന്നു തന്നെയാണ് എന്ന വസ്തുത. രണ്ടാമത് പറയുന്നു, ഈ ഏതു മാർഗത്തിലൂടെ പോയാലും സത്യം സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന ഹൈന്ദവ ചിന്ത. ലോകത്ത് വേറെ ഏതെങ്കിലും മതത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ കാഴ്ചപ്പാടിൽ ഏകം സദ് വിപ്രാഹ ബഹുധാ വദന്തി എന്ന കൽപ്പനയുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ വായനയുടെ കുറവുകൊണ്ടായിരിക്കാം. വേറെ എവിടെങ്കിലും പറയുന്നുണ്ടോ? ഞങ്ങളുടെ മാർഗം മാത്രമാണ് ശരിയെന്ന് അവർ വാദിക്കുമ്പോൾ ലിസ മില്ലർ പറയുകയാണ്, ലോകത്ത് ഈ ദർശനക്കാർ മാത്രമേ ഉള്ളൂ, ഭാരതത്തിൽ പിറന്ന ഈ സനാതന സംസ്കൃതിയുടെ ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ എല്ലാ മാർഗവും ശരിയാണ്. ഏകം സദ്, ഒന്നാണ് പരമസത്യം. അതിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ ഓരോ ബുദ്ധിമാനും ഓരോ ബുധജനവും അവരവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെയും ശരിയാണ്. പക്ഷേ ഈ ലേഖനത്തിൽ ലിസ മില്ലർ സമർത്ഥിക്കുന്നു, നാട്ടിൽ ഇന്ന് ഉയർന്നു വരുന്ന മതകലഹങ്ങൾ അവസാനിക്കാൻ വഴികാട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇന്ന് ലോകത്ത് വളരുന്ന ഭീകരമായ മതകലഹങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാൻ ഈ ദർശനത്തിനെ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളും പതുക്കെ ആ ദർശനത്തിലേക്ക് മാറുകയാണ്. പിന്നെ അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിളായ ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അമേരിക്കയുമായി മക്കൾ അവിടെയാണ്, ബന്ധുക്കൾ അവിടെയുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ ചിലരൊക്കെ അവിടെ ആയിരുന്നു ഇപ്പോൾ ഇവിടേക്ക് വന്നവരാണെങ്കിൽ അവർക്ക് നേരിട്ട് അറിയാം ഈ വസ്തുത. സാധാരണ അവിടെ നിലനിൽക്കുന്ന മതവിഭാഗത്തിൻ്റെ ശവസംസ്കാര രീതി എന്തെന്ന് നമുക്കറിയാം. അത് പെട്ടിയിലാക്കി വെക്കുകയാണ്. കാരണം അവസാനത്തെ ദിവസം അദ്ദേഹം എത്തും കണക്ക് നോക്കാൻ, അതുവരെ കാത്തുവയ്ക്കണം എന്നാണല്ലോ വ്യവസ്ഥ. ഇരിക്കട്ടെ, അതവരുടെ വിശ്വാസം. പക്ഷെ ഇപ്പോ അവിടെ ദാഹസംസ്കാരം കൂടിക്കൂടി വരുന്നു എന്നാണ് അവർ നടത്തിയ സർവേയിലൂടെ. ന്യൂസ് വീക്കിന്റെ ലേഖകന്മാര്, പ്രാദേശിക ലേഖകന്മാര്, ഏജന്റുമാരെല്ലാം ചേർന്ന് നടത്തിയ സർവേയിലൂടെ തെളിഞ്ഞത് വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോ ദാഹസംസ്കാരമാണ് അന്ത്യസംസ്കാരം ചെയ്യേണ്ടത്, കുഴിച്ചു മൂടുകയോ പെട്ടിയിലാക്കുകയോ അല്ല എന്നാണ്. അപ്പോൾ തത്വശാസ്ത്രപരമായും പ്രയോഗദൃഷ്ടിയിലും മാറുകയാണ്, വഴി കാട്ടി തുടങ്ങിയിരിക്കുന്നു ഭാരതം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കുള്ള ഈ ആഗോള ദൗത്യത്തെക്കുറിച്ച് എത്രയോ മുമ്പേ നമ്മുടെ പൂർവികന്മാര്
ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ് ഈ ആഗോള ദൗത്യം. ഇവിടെ നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടി വെച്ച ഈ വഴികാട്ടാനുള്ള നമ്മുടെ കരുത്തിനെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നവർ പറയുന്നു, ഹിന്ദുവിന്റെ ജീവിത ലക്ഷ്യം കൃണ്വന്തോ വിശ്വമാര്യം എന്നതാണ്, ലോകത്തെ ശ്രേഷ്ഠമാക്കുക എന്നാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളത്, ഏതദ്ദേശപ്രസൂതസ്യ സാകാശാദഗ്രജന്മന സ്വംസം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യ സർവമാനവ. ഈ ഭൂമിയിലുള്ള എവിടെ ജനിച്ചവരായാലും ഏത് രീതിയിൽ വളരുന്നവരായാലും അവരുടെയൊക്കെ ജീവിതത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരു മാനദണ്ഡം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏത് മാനദണ്ഡത്തെ ആശ്രയിച്ചിട്ടാണ് തീരുമാനിക്കുക? അത് ഈ ഭാരതത്തിൽ പിറന്ന ഈ വിശിഷ്ടമായ ഹിന്ദു സംസ്കൃതിയെ ആധാരമാക്കിക്കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാതെ, ലോകത്തിന്ന് നിലനിൽക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന ദർശനങ്ങളുടെ സ്ഥാനത്ത് ഭാരതീയമായി സനാതന സംസ്കൃതിയായ ഹിന്ദുത്വം മുന്നോട്ട് വരുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ നിർത്താം. നമ്മുടെ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മാറ്റത്തിൻ്റെ ഉയർച്ചയുടെ വളർച്ചയുടെ കാരണമായി നമ്മൾ പറയുന്നത് സമന്വയമാണ് വളർച്ചയ്ക്ക് കാരണം എന്നാണ്. സമന്വയം, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക, ഒന്നാക്കുക, മുന്നോട്ട് പോവുക എന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഒന്നായി നിന്ന് ഭജിക്കുക പോലും ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ മൂല അടിസ്ഥാനം അതാണല്ലോ. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്ന് നാരായണീയം വായിക്കാമല്ലോ. എന്തിനാണ് ഓരോ ഗ്രാമത്തിലും ഓരോ തെരുവിലും 10-50 പേര് ഒരുമിച്ചിരുന്ന് ജപിക്കണമെന്ന് പറഞ്ഞത്? നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗം പോലും സർവ എന്ന വാക്കുണ്ടാവും അതിനകത്ത്, എല്ലാവർക്കും വേണ്ടി. എന്തിന്? മന്ത്രങ്ങളുടെ രാജാവായി കണക്കാക്കുന്ന ഗായത്രി മന്ത്രം പോലും നോക്കൂ. വ്യക്തിപരമായ മേന്മയ്ക്കാണോ ഗായത്രി ജപിക്കുന്നത്? അർത്ഥമറിയാതെ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും വ്യക്തിപരമായ ഗുണത്തിനാണ്, എൻ്റെ ബുദ്ധി ശരിയാവാൻ വേണ്ടിയിട്ടാണ് എന്ന്. ജപിച്ചാൽ ബുദ്ധി ശരിയാവും എന്നുള്ളത് ശരിയാണ്. മനസ്സർപ്പിച്ച് ജപിച്ചാൽ നമ്മുടെ മാത്രമല്ല, ഈ ചുറ്റുപാടുമുള്ള സർവരുടെയും ബുദ്ധിയെ ശരിയാക്കാനാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മുടെ പ്രത്യേകത. ധിയോ യോ ന പ്രചോദയാത്. അത് ഉച്ചരിക്കേണ്ടത് കൃത്യമായിട്ടല്ലാതാവുമ്പോൾ ധിയോ യോ ന പ്രചോദയാന്നായി പോവും. ന പ്രചോദയാന്നാവുമ്പോൾ പ്രചോദിപ്പിക്കല്ലേ, മുടിഞ്ഞു പോണേന്നായി പോവും അർത്ഥം. അത്രയേ ഉള്ളൂ പ്രത്യേകം. ഈ അയലത്തുള്ളവൻ്റെ ഒക്കെ ബുദ്ധി ഇല്ലാണ്ടായി പോണേന്നായി പോവും. അങ്ങനെയല്ല നമ്മുടെ പൂർവ്വിക വിശ്വാമിത്രൻ പഠിപ്പിച്ചതല്ല. വിശ്വാമിത്രൻ പഠിപ്പിച്ചത് ധിയോ യോ ന പ്രചോദയ എന്ന് വെച്ചാൽ പ്ലൂറലാണ്, പ്ലൂറൽ ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. സർവരുടെയും ബുദ്ധിയെ പ്രചോദിപ്പിക്കാൻ ഹേ സൂര്യ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്നാണ് ആദിമഹസ്സിന്റെ മുമ്പാകെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഏത് പ്രാർത്ഥനയും അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സർവേഭി സുഖിനസ്സന്തു. നമ്മൾ ഞാൻ സുഖമായിരിക്കട്ടെ, അങ്ങനെയൊക്കെ നമ്മൾ ചിലരൊക്കെ അറിയാതെ പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കാതെ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അമ്പലത്തിൽ പോയിട്ട് പറയും, ഞാൻ പരീക്ഷയ്ക്കൊന്നും പഠിച്ചിട്ടില്ല, അപ്പം എന്നെ ജയിപ്പിക്കണം. എന്നെ ജയിപ്പിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഭാരതീയ സംസ്കാരത്തിൽ വലിയ പ്രാധാന്യമില്ല. നമ്മൾ സർവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സർവേപി സുഖിനസ്സന്തു സർവേ സന്തു നിരാമയ. നിങ്ങൾക്കറിയാമായിരിക്കാം, ഒരു 4-5 വർഷം മുമ്പ് ലോകം മുഴുവൻ കിടുങ്ങി വിറച്ച ഒരു പാൻഡമിക്, കൊറോണയുടെ കാലം. ആ കൊറോണയുടെ സന്ദർഭത്തിൽ നമ്മളൊരു വിശ്രുതമായ മഹത്തരമായ ഒരു സന്ദേശം, ഒരു നയതന്ത്രം പ്രഖ്യാപിച്ചു. എന്താണ് നയതന്ത്രം? ആ നയതന്ത്രം വാക്സിൻ ഡിപ്ലോമസി ആയിരുന്നു. വാക്സിൻ, ഭാരതത്തിൽ ഉണ്ടാക്കിയ വാക്സിൻ, ഭാരതീയമായ വാക്സിൻ. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മമാർക്കൊക്കെയും അഭിമാനം ഉണ്ടാകുന്ന കാര്യമാണ് തീർച്ചയായിട്ടും. കാരണം ഭാരതീയ വാക്സിൻ നിർമ്മിച്ചത് നിങ്ങളെപ്പോലുള്ള അമ്മമാരായ ശാസ്ത്രജ്ഞകൾ, സ്ത്രീ ശാസ്ത്രജ്ഞന്മാരാണ് അത് നിർമ്മിച്ചത്. അതിനെതിരായും വലിയ പ്രചാരം ഉണ്ടായിരുന്നു. ചിലർക്ക് എല്ലാ കാര്യത്തിലും തെളിവ് വേണം. അതാണ് ഒരു വലിയ പ്രശ്നം. തെളിവ് വേണം. ഓപ്പറേഷൻ സിന്ദൂർ ജയിച്ചോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവ് ഹാജരാക്കണം, എന്നാലേ പറ്റുള്ളൂ. തെളിവ് അന്വേഷിച്ച് നടക്കുകയാണ്. ചൈനയുടെ അതിർത്തിയിൽ വന്ന ചൈനീസ് പട്ടാളക്കാരുടെ എത്ര ഇടി മേടിച്ചു ഭാരതീയ പട്ടാളക്കാർ, എൻ്റെ കണക്ക് വേണമെന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജയിച്ചാലും അതൊരു ജയമല്ല. അതുപോലെ ഈ വാക്സിൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇക്കൂട്ടർ പറഞ്ഞെന്നറിയാമോ, എന്തിനാണ് വാക്സിൻ ഉണ്ടാക്കാൻ മെനക്കെടുന്നത്? അമേരിക്ക ഉണ്ടാക്കുന്നുണ്ടല്ലോ, ജർമ്മനി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് മേടിച്ചാൽ പോരെ എന്നായിരുന്നു. പക്ഷെ ഭാരതം നിശ്ചയിച്ചത് ഭാരതം സ്വന്തം കാലിൽ ഉണ്ടാക്കുകയും ചെയ്തു. എന്തിനാണ് ഈ അമേരിക്ക ഉണ്ടാക്കുന്നത്? വാങ്ങിയാൽ മതിയല്ലോ എന്ന് ക്ഷമിക്കണം,
ഇവരിവിടെ പ്രചരിപ്പിച്ചത്. കാരണം അമേരിക്കയുടെ ദല്ലാളന്മാരാണ് ഇവര്. അമേരിക്ക വാക്സിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കോടാനുകോടി ക്യാപ്സ്യൂളുകൾ, കോടാനുകോടി വാക്സിനുകൾ അവർക്ക് വിറ്റഴിച്ച് പണം കൂട്ടാം, ചൂഷണം ചെയ്യാം. ഭാരതം നിശ്ചയിച്ചു, ഭാരതം ഉണ്ടാക്കുക മാത്രമല്ല, ലോകത്തിലെ പിന്നാക്കം നിൽക്കുന്ന സർവ്വരാഷ്ട്രങ്ങൾക്കും നമ്മൾ നമ്മുടെ വാക്സിൻ ഫ്രീ ആയി കൊടുത്തു. ആ ഫ്രീ ആയിട്ട് വാക്സിൻ കൊണ്ടുപോകുന്ന പെട്ടി, ആ പെട്ടിയിലെ അടങ്ങുന്ന വിമാനത്തിന്റെ പുറത്തെഴുതിയിരുന്നത് എന്താണെന്നറിയാം? പുറത്തെഴുതിയിരുന്നത് ഞങ്ങളെന്തോ ദാനം ചെയ്യാൻ, ഔദാര്യം ചെയ്യാൻ വരുന്നു എന്നല്ല എഴുതിയത്. അതിന്റെ പുറത്തെഴുതിയത് സർവേ സന്തു നിരാമയ എന്നായിരുന്നു. സർവേ സന്തു നിരാമയ. ഒരാളും രോഗികളായിരിക്കരുത്, ഒരാൾക്കും രോഗമുണ്ടാകരുത് എന്ന നമ്മുടെ ആത്മപ്രാർത്ഥനയാണ് നമ്മളവിടെ ഉയർത്തി. ഇതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സമന്വയമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം, അടിസ്ഥാനം, അടിത്തറ. സംഘർഷമല്ല. സംഘർഷത്തിലൂടെ ഒരു പുരോഗതിയും സംഭവിക്കില്ല. ഒന്നിക്കുന്നതിലൂടെയാണ് മുന്നോട്ട് പോവുക. ഹാർമണിയാണ് ലോക പുരോഗതിക്ക് ആധാരം. സിമ്പിളല്ലേ? വളരെ ലളിതമല്ലേ? തമ്മിലടിച്ചിട്ടാണോ നമ്മളൊക്കെ ജനിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ തന്നെ അതിന് ഉത്തരമായില്ലേ? പുരോഗതിയുടെ മാനദണ്ഡം സമന്വയമാണ് എന്ന ആ ദർശനമാണ് 1893 ആ പ്രസിദ്ധമായ ദിനത്തിൽ സെപ്റ്റംബർ 11 സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിലെ മതമഹാസമ്മേളന വേദിയിൽ നിന്ന് പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്ക് തരാനുണ്ടൊരു സന്ദേശം, അത് സമന്വയത്തിന്റെ സന്ദേശമാണ്. അതിൻ്റെ ദർശനമാണ് ഞങ്ങൾ ലോകത്തോട് പറയുന്നത്. ആ ദർശനം ലോകത്തിന് നൽകിയ മതത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. അദ്ദേഹത്തിന് അടുത്ത ഇലക്ഷന് നിൽക്കേണ്ടാത്തത് കൊണ്ട് മതത്തിൻ്റെ പ്രതിനിധിയാണെന്ന് പറയാൻ ഒരു മടിയുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മതം ലോകത്തിലെ സർവ്വ മതങ്ങളുടെയും മാതാവാണ് എന്നും പറഞ്ഞു സ്വാമിജി നെവർ മിൻസ്ഡ് ദിസ് വേർഡ്സ്. ഒരിക്കലും ലഘൂകരിച്ചിട്ടില്ല, തണുപ്പിച്ചിട്ടില്ല. ചൂടോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഐ ആം റെപ്രസെന്റിങ് എ റിലിജിയൻ വിച്ച് ഈസ് എ മദർ ഓഫ് ഓൾ റിലിജിയൻസ്. ആ റിലിജിയൻ, ആ മതം, ആ ഹിന്ദുത്വം ലോകത്തോട് പറയുന്നത് സമന്വയത്തിന്റെ സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മഹോപനിഷത്ത്, ഭാരതത്തിന്റെ മഹോപനിഷത്ത് പാടിയത് അയം നിജ പരോവേത്തി ഗണനാ ലഘുചേതസ ഉദാര ചരിതാനാം തു വസുധൈവ കുടുംബകം. വസുധൈവ കുടുംബകം എന്നുള്ളത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ അതിനു മുമ്പ് 3 വരികൾ കൂടിയുണ്ട്. അത് പറയുന്നത് എന്റേത് നിന്റേത് എന്ന് പറഞ്ഞ് ലോകത്തെ വേർതിരിക്കുന്നത് അല്പമനസ്സുകളാണ്, തുച്ഛ മനസ്സുകളാണ്, ലഘുചേതസ്സുകളാണ്. എന്നാൽ ഉദാരചരിതന്മാരെന്താ പറയുക? ഭാരതീയരെന്താ പറയുക? വസുധൈവ കുടുംബകം. ഈ സമ്പൂർണ്ണ വസുധയും ഭൂമിയും എൻ്റെ കുടുംബമാണ്. ഈ സങ്കല്പത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹൃതമാവുക. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ആപത്തായി വളരുന്ന പ്രകൃതിയുടെ തകർച്ച, അതിന് മാർഗം നിർദ്ദേശിക്കാൻ ആർക്കാണ് കഴിയുക? സ്വന്തം ക്ഷേത്രം പോലും ഒരു പ്രകൃതിയുടെ എക്കോസിസ്റ്റമായി മാറ്റാൻ കഴിയുന്ന, അല്ലേ? കാവും കുളവുമില്ലാത്ത ഏത് അമ്പലമാണ് നമുക്കുള്ളത്? പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആ ദർശനം, അതിൻ്റെ മഹത്വം. ഭർതൃഹരി തൻ്റെ വൈരാഗ്യ ശതകത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ ഒരു യാത്ര ചോദിക്കലുണ്ട് വൈരാഗ്യമായിട്ട് പോകുന്നതിന് മുമ്പ്. ആ യാത്ര ചോദിക്കുന്നത് ആരോടൊക്കെയാണ്? മാതർ മേദിനി താത മാരുത സഖേ തേജ സുബന്ധോ ജല ഭ്രാതർ വ്യോമ നിബദ്ധയേവ ഭവതാം അന്ത്യപ്രണാമാഞ്ജലി. യാത്ര ചോദിക്കുന്നത് തൻ്റെ ബന്ധുക്കളോടാണല്ലോ എപ്പോഴും യാത്ര ചോദിക്കുക. ആരൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കള്? മാതർ മേദിനി, ഭൂമി എന്ന മണ്ണെന്ന മാതാവ് അമ്മ, വായു എന്ന പിതാവ്, കൂട്ടുകാരനായ അഗ്നി, ബന്ധുവായ ജലം, സഹോദരങ്ങളായ വ്യോമം, ആകാശം. ഇതാണ് എൻ്റെ ബന്ധു. ഈ ഒരു കൽപ്പന പഞ്ചഭൂതങ്ങളെയും സ്വന്തം കൂടപ്പിറപ്പുകളായി കാണുന്ന അവർക്ക് എങ്ങനെയാ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് മണ്ണൂറ്റാൻ കഴിയുക? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഹിന്ദു അല്ല എന്നർത്ഥം. മണ്ണൂറ്റാൻ കഴിയുക? എങ്ങനെയാണ് മരം വെട്ടി വിൽക്കാൻ തോന്നുക? എങ്ങനെയാണ് സർവത്ര വിനാശം ഉണ്ടാക്കാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. അങ്ങനെയുള്ള പ്രകൃതി ചൂഷണത്തിൻ്റെ ആയാലും ഞാൻ പറഞ്ഞു, ഓരോ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനല്ല, 2-3 ദിവസം ഇതെങ്ങനെയാണ് നമുക്ക് വഴികാട്ടാൻ കഴിയുക എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു ഭീഷണിയാണ്, ലോകത്തിൻ്റെ വഴികാട്ടൽ വേണ്ട ഒരു ഏറ്റവും വലിയ ഭീഷണിയാണ് ലിംഗഭേദം. ലിംഗാധാരത്തിലുള്ള അടിസ്ഥാനത്തിലുള്ള പരസ്പര ചൂഷണം, തകർക്കൽ.
സ്ത്രീകളെ ഒരു തരത്തിൽ, ഇവിടെ ഇരിക്കുന്നത് മഹാഭൂരിപക്ഷം വരുന്ന അമ്മമാരാണ്, അവർക്കറിയാം അതിൻ്റെ വേദന. ഏത് തരത്തിലാണ് പാശ്ചാത്യ ദർശനത്തിൻ്റെ സ്വാധീനം കൊണ്ട് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും വഴിയാത്രയിലും എല്ലായിടത്തും പീഡനത്തിന് വിധേയരാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സത്യത്തിൽ ഭാരതീയ തത്വചിന്ത, ഭാരതീയ ദർശന പ്രകാരം ആർക്കാണ് പ്രാമുഖ്യം? ഭാരതത്തിൻ്റെ കൽപ്പനയിൽ, ഭാരതത്തിൻ്റെ സങ്കല്പത്തിൽ. നമുക്കറിയാം, പരമശിവൻ പോലും ശിവനായി മാറുന്നത് ശക്തി ചേരുമ്പോഴാണ്. ശക്തി സഹിതമേ ശിവം ശിവം, ശക്തി വിഹീനം ശവം ശവം. ശവം പോലും ശിവമായി മാറുന്ന വള്ളിയിടുമ്പോഴാണ്. ഇതാണ് നമ്മുടെ സങ്കല്പം. നമ്മുടെ സങ്കല്പത്തിൽ പിറവിയുടെ, സൃഷ്ടിയുടെ സങ്കല്പം എങ്ങനെയാണ്? രണ്ട് തലങ്ങളോട് കൂടിയ ഒരു ധാന്യമാണ് ആദ്യം ബ്രഹ്മം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് എന്നാണ് ബൃഹദാരണ്യകോപനിഷത്ത് പറയുന്നത്. ഒരു ദ്വിദളീയ ധാന്യം, ഡൈക്കോട്ടിൽഡൻ സീഡ് ആയിരുന്നു. സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ ഏകോഹം ബഹുശ്യാമഹ, ഒന്നാണ് ഞാൻ, അനേകമായി മാറുന്നു എന്ന് കൽപ്പിച്ചപ്പോൾ ആ രണ്ട് ദലങ്ങളും രണ്ടായി മാറി. ഒന്നൊന്നിനേക്കാൾ കേമമല്ല, ഒന്നൊന്നിനേക്കാൾ ചെറുതല്ല, ഒന്നൊന്നിൽ നിന്ന് വന്നതല്ല, ഒന്ന് മറ്റേതിനു വേണ്ടി ഉണ്ടായതല്ല, രണ്ടും സമമാണ്. ഇതാണ്, ഒന്ന് പുരുഷനും ഒന്ന് പ്രകൃതി അല്ലെങ്കിൽ സ്ത്രീയായി മാറി. ഇതാണ് നമ്മുടെ സങ്കല്പം. ഈ ആശയമല്ലേ ഇന്ന് പ്രപഞ്ചത്തിൽ ലഭിക്കേണ്ടത്? സത്യത്തിൽ അതുണ്ടായിക്കഴിഞ്ഞാൽ ചൂഷണത്തിന് എന്ത് അടിസ്ഥാനമാണ് ഉണ്ടാവുക? ചൂഷണം എപ്പോഴാണ് ഉണ്ടാവുക? പുരുഷന് വേണ്ടി, പുരുഷന് ശേഷം പുരുഷനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവളാണ് സ്ത്രീ എന്ന കൽപ്പന ചിലരൊക്കെ പ്രചരിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത്. അത് ആരാണ് പ്രചരിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. പുരുഷ പ്രജയ്ക്ക് ബോറടിച്ചപ്പോൾ, അങ്ങനെയാണ്, ഞാൻ വെറുതെ പറയുന്നല്ല, ഒരു മതത്തെയും ചെറുതാക്കാൻ വേണ്ടി പറയുന്നല്ല. പുരുഷൻ എന്ന് പറയുന്ന ആളെ സൃഷ്ടിച്ചു സ്വന്തം രൂപത്തിൽ ഈശ്വരൻ, പടച്ച തമ്പുരാൻ പടച്ചു. സൂര്യനും ചന്ദ്രനും ഒക്കെ പടച്ചതിന് ശേഷം അവസാനം ബിൽഡിംഗ് മെറ്റീരിയൽസ് കുറച്ച് അങ്ങനെയാണല്ലോ, ബിൽഡിംഗ് മെറ്റീരിയൽസ് വെച്ച് ഇദ്ദേഹം അങ്ങ് സൃഷ്ടിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ സൃഷ്ടി എങ്ങനെയാണ്? ഈശ്വരൻ തന്നെ നമ്മളായി മാറുകയാണ്. ഇതാണ് ബേസിക് ഡിഫറൻസ്. അവിടെ ഈശ്വരൻ ഇങ്ങനെ ഒരു പണിക്കാരന്, കൊല്ലപ്പണിക്കാരനെ പോലെ ഇരുന്നിട്ട് വേറെ എവിടുന്നോ ഒക്കെ ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ടൊന്ന് ഉണ്ടാക്കി. അവസാനം കുറച്ച് മാത്രം ശേഷിച്ചു. ഒരു സൃഷ്ടിക്ക് സാധനം അവശേഷിക്കുന്നുള്ളൂ എന്ന് വന്നു. അപ്പോൾ സ്വന്തം രൂപത്തിൽ, സ്വന്തം എന്നത് ഇൻവെർട്ടഡ് കോമായിട്ട് നല്ല ബോൾഡ് ലെറ്ററിൽ മനസ്സിലാക്കണം. ഈശ്വരന്റെ രൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ചു, എന്നെയും ഹരിമേനോൻ സാറിനെയും ഒക്കെ പുരുഷന്മാരെ സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ നിനക്ക് വേണ്ടി ഈ മുഴുവൻ ഏതൻ തോട്ടവും ഉണ്ടാക്കിയിരിക്കുകയാണ്, കഴിഞ്ഞോളൂ, സുഖിച്ചോളൂ, രമിച്ചോളൂ എന്ന് പറഞ്ഞു. അത്രേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, ശരിയായിരിക്കാം. പക്ഷെ ഇദ്ദേഹത്തിന് ബോറടിച്ചു, ഒറ്റയ്ക്കല്ലേ, ഇപ്പോൾ ഒരു കൂട്ടു വേണം. അപ്പോഴാണ് ഈ പടച്ച ആൾക്ക് മനസ്സിലായത് ഇതൊരു വലിയ അന്ധകരണമായിപ്പോയി, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇയാൾക്കൊരു കൂട്ടോടെ വേണം. പക്ഷെ ഇനി എന്തു വെച്ചാൽ ഉണ്ടാക്കുക? അപ്പോഴാണ് ഇയാളുടെ വാരിയല്ലിൽ ഒന്നിനെ വലിച്ചൂരിയെടുത്ത് പ്രാണൻ കൊടുത്തു വെച്ചത്. പറഞ്ഞതിൻ്റെ പൊരുള്, പറഞ്ഞതിൻ്റെ അർത്ഥം, പുരുഷന് വേണ്ടി പുരുഷനിൽ നിന്ന് പുരുഷന് ശേഷം സൃഷ്ടിക്കപ്പെട്ടവളാണ് എന്ന സ്ത്രീ മതസങ്കല്പം, സ്ത്രീയെക്കുറിച്ചുള്ള മതസങ്കല്പം നിലനിൽക്കുവോളം, ഈ പ്രപഞ്ചം ഉള്ളയിടത്തോളം കാലം ഈ ചൂഷണം അവസാനിക്കില്ല. ചൂഷണം അവസാനിക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും സമാനരാണെന്നും, ഇനി ഒരു തരിമ്പ് മേലെയാണ് എങ്കിൽ അത് ആദി പരാശക്തിയായ ദേവിയാണ് എന്നും, അല്ലെങ്കിൽ സ്ത്രീയാണ് എന്നുള്ള സങ്കല്പം ഉണ്ടാകാതെ ഇതിനവസാനം ഉണ്ടാവില്ല. ഇപ്പം ഇങ്ങനെ അക്കമിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോകം നേരിടുന്ന ഏതൊരു പ്രശ്നത്തിനും, ഇനി എയുടെ പ്രശ്നമാണെങ്കിലും, ഞാൻ അതിലേക്കൊക്കെ കടന്നാൽ ഇനിയും സമയം കൂടും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ നിരവധിയായ സമസ്യകളിൽ പെട്ടുഴലുന്ന ലോകത്തിന് വഴി കാണിക്കാൻ ടോയിൻബിയുടെ തന്നെ ഒരു വാക്ക് കടമെടുത്തു പറഞ്ഞാൽ, ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കം ഒരു പാശ്ചാത്യ തുടക്കമായിരുന്നു. ഇതൊരു ആത്മനാശത്തിൻ്റെ അവസാനമായി പോകാതിരിക്കണമെങ്കിൽ അതിനൊരു ഹിന്ദു പര്യവസാനം ഉണ്ടാകണം. ഇതാണ് അർണോൾഡ് ടോയിൻബി പറഞ്ഞു. ഹിസ്റ്ററിയെക്കുറിച്ച് എഴുതിയ വിശ്രുതനായ സാഹിത്യകാരൻ, സാംസ്കാരിക നായകൻ, ബുദ്ധിജീവി. അദ്ദേഹം പറയുന്നത് ഇറ്റ് മസ്റ്റ് ഹാവ് എ ഹിന്ദു എൻഡ്, ഒരു ഹിന്ദു അവസാനം ഉണ്ടാവും. ഹിന്ദുവിന് മാത്രമേ ഈ ലോകത്തെ ആ ആത്മനാശത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി, ഈ ഒരു ഉറപ്പോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ കഴിയണം. അതിൻ്റെ അന്തര്യാമിയായി വർത്തിക്കുന്ന കരുത്ത ആധ്യാത്മികതയാണ്. ആധ്യാത്മികത തെളിഞ്ഞു നിൽക്കുന്നത് നമ്മൾ അനുസന്ധാനം ചെയ്യുന്ന നാരായണീയം പോലെ, ചെയ്യേണ്ടുന്ന ഉപനിഷത്തുകൾ പോലെ, വേദം പോലെ, മഹാഭാരതം പോലെ, രാമായണം പോലെ
പാരാവാരം പോലെ കിടക്കുന്ന ഹിന്ദു ജ്ഞാന സമ്പത്ത്, ഹിന്ദു ജ്ഞാന വ്യവസ്ഥ, ഹിന്ദു ജ്ഞാന പാരമ്പര്യം, അതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഴ്ന്നിറങ്ങി പോകാനുള്ള അവസരമുണ്ടാക്കാനുള്ള പ്രേരണയായി മാറട്ടെ ഇത്തരം ഉത്സവങ്ങളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് പിൻവാങ്ങുന്നു. വന്ദേ മാതരം.